നമുക്കെല്ലാം അഭിമാനമായിട്ടുള്ള ഇന്ത്യയിൽ ലോകമൊക്കെ ശ്രദ്ധിക്കുന്ന നമ്മളുടെ മുഹമ്മദ് യാസിൻ എന്ന ഈ കുഞ്ഞു മോനാണ്. పెట్టమదిన్నవలే తాత చుండుల మాముడికి అందుకొని സിക്സ് അടിക്കുവാണോ? സിക്സ് ആണോ? ആണോ? ഇതെവിടെ പോയതാ? അങ്ങോട്ട് പോയതാ? ഇങ്ങനെയാണോ എപ്പോഴും? അതാ ടീച്ചർമാർ പറഞ്ഞ വിക്രമാദിത്യനും വേതാളമാന്ന്. ദുഃഖം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ചാനലുകളിലൂടെ വൈറലായ യാസീൻ്റെ വീട്ടിലാണ്. മുഹമ്മദ് യാസീൻ. യാസീൻ്റെ വീടാണ് ഈ കാണുന്നത്. അതായത് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ യാസീനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ആ കൊച്ചു മിടുക്കനെ, നമുക്ക് ലോകത്തിപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചു മിടുക്കനെ നമുക്കൊന്ന് കാണാം. യാസീൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ? യാസീനെ, എന്തിയെ യാസീൻ്റെ വീടല്ലേ? ആഹാ, അല്ലൊന്നും പറയണ്ടല്ലോ. ദാണ്ട് ഇവിടെ എല്ലാം കണ്ടോ യാസീൻ്റെ ഫോട്ടോ ആണല്ലോ. ഇങ്ങോട്ട് കയറി വന്നേ. ദാണ്ട് ഇത് കണ്ടോ? ആദ്യം നമുക്ക് യാസീനെ പരിചയപ്പെടാം. കണ്ട് ഇത് കണ്ടോ? ഇതെല്ലാം യാസീൻ്റെ മെഡലുകളാണ്, പുരസ്കാരങ്ങൾ. ആഹാ, അല്ലെ, ഇതൊക്കെ ഒരു പ്രത്യേകതയാണ്. ആദ്യം നമുക്ക് യാസീനെ മനസ്സിലാക്കാം. ഇതാണ് നമ്മുടെ ആ കുഞ്ഞു സഹോദരൻ യാസീൻ, യാസീൻ്റെ ഉമ്മ. ബാപ്പ ജോലിക്ക് പോയ. ഇത് അനിയനാ അല്ലേ? എന്തായിരുന്നു പേര്? അല്ലമി. എത്രല്ല പഠിക്കുന്നത്? 4 യാസീന് 6. ഇതാണ് നമ്മുടെ യാസീൻ. അതായത് നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ യാസീനാണത്. സ്കൂളിലായിരുന്നു. ഇന്ന് സ്കൂളിൽ പോയിട്ട് വന്നില്ലയോ? ആണോ? അന്നേരം എന്തുകൊണ്ട് വിശേഷം? പിന്നെ നമ്മുടെ സഞ്ജു സാംസൺ വിളിച്ചു. പിന്നെ റിപ്പബ്ലിക് ഡേക്ക് ഫ്ലാഗ് കെട്ടാൻ കഴിഞ്ഞു. അതെ, ഈ കൊച്ചു പ്രായത്തില് എവിടുത്തെയായിരുന്നത്? മാവേലിക്കര സിവിൽ സ്റ്റേഷന്റെ തഹസീൽദാരോ മന്ത്രിയോ അല്ലെങ്കിൽ MLA MP ഇങ്ങനെയൊക്കെ ഉള്ളവർ ഉയർത്തേണ്ട ഒരു ഫ്ലാഗ്, അതായത് റിപ്പബ്ലിക് ഡേയിൽ ഉയർത്താൻ ഈ കുഞ്ഞ് സഹോദരന് പറ്റി. അത് അങ്ങനെയൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ യാസീൻ, അല്ലേ? യാസീന് വേറെ ഒത്തിരി കഴിവുകളുണ്ട്. ക്രിക്കറ്റ് കളിക്കും, ഇല്ലയോ? ഫുട്ബോൾ കളിക്കും, പടം വരയ്ക്കും, ഡാൻസ് ചെയ്യും, പിന്നെ പാട്ട് പാടും, കീബോർഡ് വായിക്കും. നമുക്കിതെല്ലാം നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കണം. ഓക്കെ, ഡൺ. യാസീൻ കീബോർഡ് വായിക്കാൻ പോവാ. ഓക്കെ, സ്റ്റാർട്ട്. അടുത്ത ആഗ്രഹം എന്തോ, അടുത്ത അംബിഷൻ ഉണ്ടോ? ഏതാണ്ട് ഭയങ്കര സംഭവമൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണണം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഇപ്പൊ ഏതൊക്കെ റെക്കോർഡ് ഉണ്ട് മോനെ? ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഉണ്ട്. പിന്നെ ഉജ്ജ്വലബാല പുരസ്കാരം കേരള സർക്കാരിന്, പിന്നെ APJ അബ്ദുൽ കലാം പുരസ്കാരം, പിന്നെ നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ഷൻ ലീഗിന്റെ പുരസ്കാരം. ഭയങ്കര കഴിവാ കേട്ടോ. നമുക്കൊക്കെ
പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മോൻ ഇതെല്ലാം നേടിക്കഴിഞ്ഞ്. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർ ഒന്നും നേടിയില്ല. അല്ല മോനെ ഭയങ്കര മിടുക്കനാ കേട്ടോ. ഞങ്ങളെക്കാളിലൊക്കെ ഒത്തിരി 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 മിടുക്കനാ മോൻ. തീർച്ചയായിട്ടും മോന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അതായത് യാസിന്റെ ഫാദർ ജോലിക്ക് പോയിരിക്കുകയാണ്. മദറുണ്ട്, ഫാദറിന്റെ അമ്മ, ഫാദറിന്റെ അമ്മയാണത്. ഇത് കുഞ്ഞനിയൻ യാസിൻ. അതായത് യാസിനെ സുഖം ആണ്. അമ്മ ഞാൻ അമ്മയടുത്ത് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങൾ. കാരണം എന്ന് പറഞ്ഞാൽ മോന് പിന്നെ ഇങ്ങനെയൊക്കെ ഒരു കഴിവുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ എന്നാ ഇങ്ങനെയൊക്കെ ഒരു അറിവ് വന്നത്? കുഞ്ഞിലേ തൊട്ട് ഇയാള് പാട്ട് കേൾക്കുമ്പോ ഡാൻസ് കളിക്കുമായിരുന്നു. 2.5 വയസ്സ് വരെ കിടക്കത്തേ ഉള്ളായിരുന്നു. പിന്നെ 2.5 വയസ്സായപ്പോ നമ്മള് ഇരുത്തിയേച്ച് തലങ്ങണി അപ്പുറം ഇപ്പുറം എല്ലാം എടുത്തു വെച്ചിട്ടായിരുന്നു ഇരുത്തുന്നത്. പെട്ടെന്ന് അങ്ങ് വീഴുമായിരുന്നു. പിന്നെ ചെറുതായിട്ട് മൂവ് ചെയ്ത് തുടങ്ങി. പിന്നെ പാട്ട് കേൾക്കുമ്പം കലാമണിച്ചേട്ടന്റെ പാട്ട് കേൾക്കുമ്പോഴത്തേന് ഇരുന്ന് ഡാൻസ് ഇങ്ങനെ ഇരുന്ന് തുള്ളുമായിരുന്നു. പിന്നെ നമ്മള് 3 വയസ്സായപ്പോഴത്തേന് അപ്പുറത്തെ വീട്ടിലെ ഓണം പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പാട്ട് പാടിയായിരുന്നു. അപ്പൊ പാട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒരു എന്തോന്ന് പോലെ ഉണ്ടായിരുന്നു. പിന്നെ അയാള് ഉള്ള സ്റ്റേജുകൾ കാണുമ്പോഴെല്ലാം നമ്മുടെ അടുത്തുള്ള സ്റ്റേജുകളിലെല്ലാം കയറി പടം വരപ്പിന് കയറും, പാട്ടിന് കയറും, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ലോക്ക്ഡൗൺ സമയമായപ്പോഴത്തേന് ഇവര് വെറുതെ വീട്ടിലിരിക്കുവായിരുന്നു. സ്കൂളിലൊക്കെ അടച്ചിട്ടിരുന്നല്ലേ. അപ്പം ഒരു കീബോർഡ്, കളിപ്പാട്ട കീബോർഡ് വാങ്ങിച്ചോണ്ട് കൊടുത്തപ്പോഴത്തേന് അതിനകത്ത് ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നു. അപ്പം വാപ്പി അന്ന് യൂട്യൂബിനകത്തൊരു വീഡിയോ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, മോനെ അതൊന്ന് പഠിച്ചു നോക്കാനെന്ന്. അത് ആദ്യം ഉള്ളത് നമ്മുടെ ദേശീയ ഗാനം. അതിന്റെ കൊടുത്തപ്പോഴത്തേന് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് അയാൾ അത് പഠിച്ചെടുത്ത്. എന്നിട്ട് വാപ്പി വിളിച്ചിട്ട് പെട്ടെന്ന് പഠിച്ചെടുത്ത്. വാപ്പിയെ വിളിച്ചു പറഞ്ഞു, ഞാനത് പഠിച്ചെടുത്ത് വാപ്പി എന്ന് പറഞ്ഞിട്ട് കേൾപ്പിച്ചു കൊടുത്ത്. അപ്പൊ അന്ന് നമ്മുടെ സ്കൂളിൽ ഓൺലൈനായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പൊ ആ പരിപാടിക്ക് ഓൺലൈനായിട്ട് അത് വായിച്ച് ഏൽപ്പിച്ചപ്പോഴത്തേന് ടീച്ചർമാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങ് ഇഷ്ടപ്പെട്ട. അങ്ങനെ പിന്നെ അതിനകത്ത് പിന്നെ ഓരോ പാട്ടുകൾ ഇങ്ങനെ എടുത്തിട്ട് കൊടുക്കുമ്പോഴത്തേന് അയാൾ തന്നെ ഇരുന്ന് യൂട്യൂബിനകത്ത് തന്നെ നോക്കിയിരുന്ന് പഠിക്കും അങ്ങ്. ഇപ്പൊ പിന്നെ യൂട്യൂബിനകത്ത് നോക്കാതെ അയാൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോമഡി ഉത്സവത്തിലായിട്ട് നമ്മളെ വിളിച്ചത്. ജനഗണമനയുടെ അങ്ങനെ 2-3 പാട്ട് പഠിച്ചിട്ട് എല്ലാരും പറഞ്ഞിട്ട് അവരെ വിളിച്ച്. അപ്പൊ ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ യൂട്യൂബ് ചാനലിനകത്ത് ഇവരുടെ ഈ വീഡിയോസ് എല്ലാം ഇട്ടപ്പോഴത്തേന് അത് കണ്ട് അവര് വിളിക്കുന്നത് കോമഡി ഉത്സവത്തിൽ നിന്ന് ഫ്ലവേഴ്സില്. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേന് എന്നെ പഠിപ്പിച്ച ടീച്ചർമാര് പ്രയാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് +2. അപ്പൊ ആ ടീച്ചർമാരെല്ലാം ചേർന്നൊരു മോനൊരു ഗിഫ്റ്റ് കൊടുത്ത്, ഒരു കീബോർഡ് കൊടുത്ത്. പിന്നെ അത് ഇപ്പൊ വായിക്കുന്ന കീബോർഡ് ഇക്കാടെ ഓഫീസിൽ അവര് സാറന്മാരെല്ലാം കൂടെ ചേർന്ന് മോനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത കീബോർഡിനകത്ത് അപ്പൊ വായിക്കുന്നത്. ഏതിന്റെ കീബോർഡിന്റെ ഇത് പഠിച്ച് കുറച്ചായി കഴിഞ്ഞപ്പോഴത്തേന് നമ്മള് ബേസിക് പഠിക്കാൻ വേണ്ടി ശിവശക്തി എന്ന് പറയുന്ന ഒരിടത്ത് സ്ഥാപനത്തിൽ വിടുന്നുണ്ടായിരുന്നു പഠിക്കാൻ വേണ്ടി. അവിടെ പാട്ടല്ല, അല്ലാതെ ഇത് മാത്രമാ, നോട്ട്സ് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ കുറെ നാളുകൊണ്ട് പോകുന്നില്ല. അപ്പൊ ഇയാൾക്ക് ഷോ ഉള്ളത് കൊണ്ട് പോകാൻ പറ്റുന്നില്ല. ഓരോരുത്തർ നമ്മളെ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നുണ്ട്. എത്ര മണിക്കൂർ ഷോയാ? 1.5 മണിക്കൂർ നമ്മൾ പറയുന്നത്. 2 മണിക്കൂറൊക്കെ മോൻ ചെയ്യും. 10-30-35 പാട്ടോളം ഇപ്പൊ ആളിനറിയാം. ഒരു ഷോയ്ക്ക് ചെയ്യുമോ? ഒരു ഷോയ്ക്ക് എത്ര പാട്ട് പാടും മോനെ? എത്ര പാട്ട് വായിക്കും? 28 വായിക്കോ? എല്ലാം നല്ല കറക്റ്റാ. 1.5-2 മണിക്കൂർ വായിക്കും. സ്കൂളിലൊക്കെ നല്ല അഭിപ്രായമാണ്. സ്കൂളിന്റെ അഭിമാനമാണെന്നാ പറയുന്നത് യാഷീൻ. ഇല്ലയോ? സത്യം ഇല്ല. അവിടെ എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ് യാസീന്. ഞാൻ സ്കൂളിൽ ചെന്നപ്പോ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. അതൊക്കെ പോട്ടെ. നമ്മുടെ സഞ്ജു വിളിച്ചപ്പോ എങ്ങനെയായിരുന്നു? വീട്ടുകാരാ മോന്റെ കാര്യം ഞാൻ അറിഞ്ഞു. പേരൻസിന്റെ കാര്യം വേറെ ആരെങ്കിലും ഫോട്ടോ ഒന്നും ഇല്ല അതിനകത്ത്. കീബോർഡ് പെർഫോമൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. പുള്ളി നന്നായിട്ട് കീബോർഡ് വായിക്കും. വിളിച്ചപ്പോഴാ ഇതുപോലൊരു യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ മോനെ ഇങ്ങനെ അനിയനാണോ? എങ്ങനെയോ സഞ്ജുവിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് ഇതുപോലെ മോനെ കാണാൻ പറഞ്ഞോന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നമുക്കൊരു ദിവസം കാണാൻ കേട്ടെ. ഞാൻ അങ്ങോട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനാ നമ്മളെ വിളിച്ചത്. വീഡിയോ ഒക്കെ കണ്ട് നന്നായി കളിക്കുന്നുണ്ട്. അടിപൊളി. സുഖമാണ് അവിടെ എല്ലാവർക്കും. ഞാൻ ഉച്ചയൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. കൊച്ചുമകനെ പറ്റി പറയാം. എന്റെ കുഞ്ഞിനെ പറ്റി പറയാൻ
ഒരുപാട് വിഷമിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും. പക്ഷെ അങ്ങനെ ആ വിഷമങ്ങളെല്ലാം ഇപ്പം ഞങ്ങൾക്ക് മാറി ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങള്. മക്കളായാലും ഞാനായാലും. കാശീമിനെ കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതെ, യാസീം ഇപ്പം കുറച്ചാളോടെ ഞാൻ എങ്ങും കുഞ്ഞുങ്ങളുടെ പോകത്തില്ല. മറ്റേ എവിടെ പോയാലും ഞാനും പോകും, സുഖമില്ലായിരിക്കും. അങ്ങനെ എനിക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമാണ്. ഇനിയും കുഞ്ഞ് ഒരുപാട് ഉയരത്തിലേക്ക് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. അത് ഒരാൾക്ക് മാത്രമല്ല, ഈ നാട് അവനെ പഠിപ്പിക്കുന്ന സാറുമാര്, അതുപോലെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണ്. അത് മാത്രമല്ല അങ്ങനെ തന്നെ ആവണം. കാരണം നാട് മാത്രമല്ല, ലോകം അറിയുന്നവര് മുഹമ്മദ് യാസീൻ അതങ്ങനെ തന്നെ വരണം. തീർച്ചയായിട്ടും നമ്മളും ആ പ്രാർത്ഥനയിലാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. യാസീൻ ഞങ്ങളുടെ മൊത്തം അഭിമാനമാണ്. കാരണം ബഹുമുഖ പ്രതിഭയാണ്. പഠനത്തിലായാലും ഇപ്പം ന്യൂമാറ്റ്സ് ജില്ലാതലത്തിൽ വരെ പോയിരിക്കുന്ന കുഞ്ഞാണ്. എല്ലാ കാര്യത്തിലും കഴുത്തും ഈ തോളും ഉപയോഗിച്ചുകൊണ്ടാണ് അവന് എഴുതുന്നത്. ആ അക്ഷരം കണ്ടു കഴിഞ്ഞാൽ വളരെ സുന്ദരമായ അക്ഷരത്തെറ്റില്ലാതെ ഭംഗിയായിട്ട് എഴുതും. ക്വിസ് കോമ്പറ്റീഷനിൽ അവനാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെ നന്നായി ചിത്രം വരയ്ക്കും. ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെ നാടകത്തിൽ അവന് ജില്ലാ ലെവലിലും സബ് ജില്ലാ ലെവലിലും മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ സ്കൂളിന് തന്നെ അഭിമാനമായിട്ട്, നാടിന് തന്നെ അഭിമാനമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ സന്തോഷമുണ്ട്. പിന്നെ അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അടുത്ത ഗിന്നസ് ബുക്ക് എന്നുള്ളത്. അതിന് സാമ്പത്തികമായിട്ട് അവർക്ക് കുടുംബത്തിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അതിന് ഏതെങ്കിലും വിധത്തിലൊക്കെ സഹായങ്ങൾ കിട്ടിയാൽ കുഞ്ഞിന് വാനോളം ഉയരാൻ കഴിയും. നമ്മള് ഈ യാസീമിന്റെ ക്ലാസ്സിലാണ് കാണുന്നത്. ഇപ്പം ടീച്ചറിന്റെ പേര് വിജയലക്ഷ്മി. നമ്മുടെ യാസീം എങ്ങനെയാണ്? മുഹമ്മദ് യാസീം മിടുക്കനാണ്. ഞങ്ങളുടെ സ്കൂളിന്റെ സ്റ്റാറാണ്. ഇവിടെ വിക്രമാദിത്യനും വേതാളവും എന്നൊക്കെ പറയുന്നത് അത് ആരൊക്കെയത്? നമ്മുടെ സായന്താണോ? ആണോ? വിക്രമാദിത്യനും വേതാളവും സ്കൂളിൽ അറിയപ്പെടുന്നത് ആണോ? ടീച്ചർ അങ്ങനെ വിളിക്കുന്നത്. അത് നമ്മുടെ മെയിൻ താരത്തെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. മോന്റെ പേര് വരുന്നത് യാസീം, മുഹമ്മദ് യാസീം. ഇപ്പൊ എന്തോ മാത്സ് ആണോ പഠിക്കുന്നത്? ആണോ? ഭയങ്കര വൈറൽ താരമാണ് അല്ലേ? ഉമ്മയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? കണ്ട്. നമുക്ക് യാസീമിന്റെ ഒരു പാട്ട് പാടണം. പറ്റുമോ? ഒരു പാട്ട് പാടിയാലോ? ഓക്കെ. తిన్నవలే తాత చుండుల మాముడికి అంది చొరిచి ముడికి చివపిచ్చ వీణరు చేతిలానే తగ తగ తాతినందగ తేదారు తగదినందగ తేదారు తాతినందగ తగదినందగ తేదారు അയ്യോ മതമറിഞ്ഞാൽ മഴവിയറ കാവലങ്ങൾ ചുരുങ്കലിച്ചര പലവരമ്പത്തുളക്കമില്ലാതെ മത തക തക താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക ചെയ്താരോ താത്തിനന്തക ചെയ്താരോ തകതിനന്തക ചെയ്താരോ താത്തിനന്തക തകതിനന്തക ചെയ്താരോ. കലാഭവൻ മണിയുടെ ഒരു തികഞ്ഞ ആരാധകനാണ് യാസീൻ അല്ലേ? ആണ്. അന്നേരം ഒരു നല്ല ഒരു കലാഭവൻ മണി ചേട്ടന് വേണ്ടി നമ്മുടെ മലയാളികൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഒരു പാട്ട്. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാ നീട്ടി ദുഃഖം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിനു ഞാനും വന്നോട്ടെ മിന്നാമിനുങ്ങേ വെയിലത്തും മഴയത്തും പോകരുതേ നീ നാടിന്റെ വട്ടം കളയരുതേ വെയിലത്തും മഴയത്തും പോകരുതേ നീ നാടിന്റെ വട്ടം കളയരുതേ നിഴല് പോയി പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നിഴല് പോയി പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞ് നുറുങ്ങ
തിടുക്കം മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാ നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ കൂട്ടിന് ഞാനും വന്നോത്തേ